നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തിയറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമുണ്ടെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെയായിരിക്കണം അവരുടെ ഭാവി രൂപകൽപ്പന ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് ഒരു വിദ്യാലയത്തിലാണ് തീരുമാനിക്കുന്നത്, നിർണയിക്കുന്നത്. എല്ലാ അനുഗ്രഹാശംസകളും നൽകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് അവരവർ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശംസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. നിർദ്ദേശങ്ങളൊന്നുമല്ല, നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നമുക്കറിയാം, പുതിയ തലമുറയെ കുറിച്ച് വളരെയേറെ ആശങ്കയോടെ നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ മാത്രമല്ല, മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ മാത്രമല്ല, സമൂഹം മുഴുവൻ വളരെയേറെ ആശങ്കയോടെ, ടെൻഷനല്ലേ. നമുക്ക് കുട്ടികളുടെ കാര്യം ഓർത്ത ടെൻഷനാണ്, പഠനത്തിന്റെ കാര്യം ഓർത്ത് ടെൻഷനാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വീണ ടെൻഷൻ, പനി വന്ന ടെൻഷൻ, ഫുള്ളും നമുക്ക് ടെൻഷനാണ് കുട്ടികളെ വളർത്തുമ്പോൾ, അല്ലേ? എന്തുകൊണ്ടാണ് ഈ ടെൻഷനുകൾ? പണ്ടത്തെ ഒരു കാലഘട്ടമല്ല ഇപ്പം. കുറേയേറെ മാറ്റങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏതാ? കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അല്ലേ? കുട്ടികളുടെ സ്വഭാവത്തെ പറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആ ഒരു കാര്യം.